നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയിയുടെ ആത്മഹത്യയിൽ അന്വേഷണത്തിന് കർണാടക സർക്കാർ തിടുക്കം കാണിച്ചെന്ന ആരോപണവുമായി BJP രംഗത്ത് വന്നിരിക്കുകയാണ്. കർണാടക സർക്കാർ എന്തിനാണ് തിടുക്കത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് BY വിജയേന്ദ്ര ചോദിച്ചു. ശിവമോഗയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SIT രൂപീകരണം, അതായത് ഇത്ര തിടുക്കത്തിൽ എന്തിന് SIT രൂപീകരിച്ചു എന്ന സംശയമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. റോയിയുടെ കുടുംബത്തിന് അന്ത്യകർമ്മങ്ങൾ നടത്താനോ പരാതി നൽകാനോ കഴിയുന്നതിന് മുൻപ് തന്നെ സർക്കാർ തിടുക്കത്തിൽ SIT രൂപീകരിച്ചത് സംശയം ജനിപ്പിക്കുന്നതാണ് എന്നായിരുന്നു വിജയേന്ദ്രയുടെ ആരോപണം. SIT എന്നാൽ സിദ്ധരാമയ്യ അന്വേഷണ സംഘം എന്നാണെന്നും വിജയേന്ദ്ര പരിഹസിച്ചു. സിദ്ധരാമയ്യ സർക്കാർ ഒരു SIT രൂപീകരിക്കുന്നത് രണ്ട് കാരണങ്ങളാലാണ്: സ്വന്തം നില രക്ഷിക്കാനും പ്രതിപക്ഷത്തെ അടിച്ചമർത്താനും. ഈ കേസിൽ ആഭ്യന്തര വകുപ്പിലെ വീഴ്ചകൾ മറച്ചുവെക്കാൻ മാത്രമാണ് SIT രൂപീകരിച്ചതെന്നാണ് താൻ സംശയിക്കുന്നതെന്നും വിജയേന്ദ്ര പറഞ്ഞു. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് കേസിൽ എന്താണ് പ്രത്യേക താല്പര്യമെന്നും ചോദ്യം. അതേസമയം തിടുക്കത്തിൽ SIT രൂപീകരിച്ചെന്ന ആരോപണം നിയമ പാർലമെന്ററി കാര്യമന്ത്രി HK പാട്ടീൽ തള്ളി. സത്യം വേഗത്തിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്നതായിരുന്നു SITയെ വേഗത്തിൽ തന്നെ നിയോഗിച്ചതിന് പിന്നിലുള്ള ഉദ്ദേശമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എത്രയും വേഗം റോയിയുടെ മരണത്തിലെ നിജസ്ഥിതി പൊതുജനങ്ങളെ അറിയിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി HK പാട്ടീൽ പറഞ്ഞു. അതേസമയം കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ CJ റോയ് ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചുവെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ചില ഡയറി കുറിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 9 പേജുകളുള്ള ആത്മഹത്യാ കുറിപ്പാണ് കുടുംബാംഗങ്ങൾക്ക് കിട്ടിയത്. ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം വേദനാജനകമാണ്. അതായത് ഒരു സംരക്ഷണ കവചം ചിലർക്ക് ഒരുക്കിയിരിക്കുന്നു അദ്ദേഹം ഈ ഡയറി കുറിപ്പിൽ. അതായത് ഈ കമ്പനിയുമായി നിക്ഷേപമുള്ളവരെ അവരെ ഒരിക്കലും ചതിക്കരുത്, അവരെ വഞ്ചിക്കരുത് എന്ന ഒരു കാര്യമൊക്കെ അദ്ദേഹം ഈ ഒരു തൻ്റെ ഡയറി കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും പണം നൽകാനുള്ളവരുടെ വിവരങ്ങളും അദ്ദേഹം എഴുതി വെച്ചിരുന്നു. കമ്പനി എങ്ങനെ നയിക്കണമെന്നും ഡയറിയിൽ നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് കുടുംബത്തിൻ്റെ പ്രതികരണം. കൂടുതലൊന്നും ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നും കുടുംബം വ്യക്തമാക്കി. എന്തെങ്കിലും സമ്മർദ്ദമുള്ളതായി റോയ് സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും പറഞ്ഞിരുന്നില്ലെന്നും കോൺഫിഡന്റ് ഗ്രൂപ്പ് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹത്തിൻ്റെ സഹോദരൻ മാധ്യമങ്ങളോട് അറിയിക്കുകയുണ്ടായി. എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിലുള്ള ദുരൂഹതകൾ നീക്കാനുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.